ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലീഗൽ പ്രോബ്ലം സോൾവിങ്. എങ്ങനെയാണ് ഒരു ലീഗൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത്? അത് മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താണ് ലീഗൽ, എന്താണ് ലോ എന്ന വാക്കിന്റെ അർത്ഥം, എന്താണ് ലീഗൽ, എന്താണ് പ്രോബ്ലം, എന്താണ് സോൾവിങ്. ലോ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് നിയമങ്ങളെയാണ്, റൂൾസിനെയാണ് ലോ എന്ന് പറയുന്നത്. ഒരു രാജ്യം ആ രാജ്യത്ത് നടപ്പിലാക്കിയേക്കുന്ന അല്ലെങ്കിൽ പാലിക്കണം എന്ന് പറഞ്ഞ് നിശ്ചയിച്ചേക്കുന്ന ഒരുപാട് റൂൾസ് ഉണ്ട്. അതിനെയാണ് ലോ എന്ന് പറയുന്നത്. പെർട്ടിക്കുലർലി ഇന്ത്യയിൽ ഒരുപാട് ലോസ് ഉണ്ട്. പാർലമെന്റ് പാസ്സാക്കുന്ന ലോ ഉണ്ട്, ജുഡീഷ്യറി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അതും ലോ ആണ്. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ബോഡീസ് മുന്നോട്ട് വെക്കുന്ന ഓർഡേഴ്സും അതും ലോയിന്റെ പെർവ്യൂവിൽ വരുന്ന ഓർഡേഴ്സ് ആണ്. അപ്പൊ ലീഗൽ പ്രോബ്ലം, അതായത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ ഒരു ലോയാണ്. ഉദാഹരണത്തിന്, എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ജീവിക്കണം, മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരെ കളിയാക്കാൻ പാടില്ല, മറ്റുള്ളവരെ ഇടിക്കാൻ പാടില്ല, മറ്റുള്ളവരെ തൊഴിക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്താൻ പാടില്ല, കളിയാക്കാൻ പാടില്ല. ഇതൊക്കെ ഒരു ലീഗലായിട്ടുള്ള നിയമങ്ങളാണ്. ഇതിൽ പ്രോബ്ലം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെയുള്ള എന്തെങ്കിലും വയലേഷൻസ് വരിക, ലോയിൽ എന്തെങ്കിലും വയലേഷൻ വന്നു, ഒരാളെ കളിയാക്കാൻ ആർക്കും അധികാരമില്ല, പക്ഷെ ഒരാൾ മറ്റൊരാളെ കളിയാക്കി. അപ്പൊ ലോയിൽ വന്നിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇത്. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഇത് പരിഹരിക്കുന്നതിന് ഒരു ജുഡീഷ്യറി, ഒരു കോടതിയുടെ മുമ്പിൽ ഒരു ലീഗൽ പ്രോബ്ലം, ലോയിന്റെ വയലേഷൻ ആയിട്ട് ഒരു ഇഷ്യൂ വന്നാൽ അത് കോടതിക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുന്നത്? ഒരാൾ മറ്റൊരാൾ ഇടിച്ചു എന്ന് വരുമ്പോൾ കോടതി പറയുന്നതാണ്, അവനെ നീ ഇടിച്ചോ, അന്ന് നീ 10 വർഷം ജയിലിൽ പോയി കിടക്കും. ഇങ്ങനെയാണോ ഒരു കോടതി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു പ്രശ്നത്തെ? അല്ലെങ്കിൽ ഒരു കോടതി ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം, അവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ്, ഏത് രീതിയിൽ അവിടെ ഒരു ഡിസിഷൻ കൊടുക്കണം എന്നത് ആ ഒരു സ്ട്രക്ചറൽ ഫോം ഉണ്ട്. ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ലീഗൽ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലീഗൽ പ്രോബ്ലം സോൾവിംഗ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രോബ്ലം, ലീഗൽ മാറ്റേഴ്സിന്റെ അകത്തുള്ള ഡിസ്പ്യൂട്ടുകൾ നമ്മുടെ ലോയിന്റെ പെർവ്യൂവിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊരു ആസ് എ ലോ സ്റ്റുഡന്റ്, നിയമ വിദ്യാർത്ഥികൾ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രോബ്ലം ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട്. ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇമാജിനറിയിലുള്ള ഒരുപാട് ഇഷ്യൂസ്, ഒരുപാട് പ്രശ്നങ്ങൾ. ഒരു വ്യക്തി നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, രണ്ടാമത്തെ വ്യക്തി ഒന്നാമത്തെ വ്യക്തിയെ വന്ന് കളിയാക്കി, അവര് തമ്മിൽ പ്രശ്നമായി. ഇൻ ദിസ് ഇൻസ്റ്റൻസ് നാട്ടുകാർ അറിഞ്ഞു, രണ്ടാമത്തെ വ്യക്തി ഒന്നാമത്തെ വ്യക്തിയെ പറ്റി അവഹേളിച്ചുകൊണ്ട് ഒരുപാട് മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്നാമത്തെ വ്യക്തിയെ കളിയാക്കി. അപ്പോ ഇൻ ദിസ് ഇൻസ്റ്റൻസ് നിങ്ങളടുത്ത് ഡിസൈഡ് ചെയ്യാൻ പറയും. ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പ്രോബ്ലം ഏരിയാസിൽ വരാറുണ്ട്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ ഞാൻ ഉദാഹരണത്തിൽ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല ചോദിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടായ രീതിയിലും എളുപ്പമായ രീതിയിലും പ്രോബ്ലംസിന് ചോദിക്കാം, പല ക്വസ്റ്റ്യൻസിനും പല ടോപ്പിക്സിനും. പക്ഷെ ഏതൊക്കെ ടോപ്പിക് ആണെങ്കിലും ഒരു ലോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് നിങ്ങൾക്ക് തന്നേക്കുന്നതെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ഇൻസ്റ്റൻസിൽ ഒരാൾ മറ്റൊരാളെ കളിയാക്കി, നിങ്ങൾക്ക് ക്ലിയർലി അറിയാം എന്താണ് അവിടെ സംഭവം. ഒരു ഡീഫമേഷൻ ആണ്, കളിയാക്കുന്നത് ഡീഫമേഷൻ. അത് BNS IPC റിപ്പീൽ ചെയ്യപ്പെട്ടു. പുതിയ പ്രൊവിഷൻ ഭാരതീയ ന്യായ സംഹിതയില് 300 സംതിങ്ങില് ഡിഫമേഷൻ എന്നാൽ എന്താണ്, അതിന്റെ പണിഷ്മെന്റ് എന്താന്ന് പറയുന്നുണ്ട്. അത് ഒരു കേസ് വരുമ്പോൾ കോടതിക്ക് ഇവിടെ ഡിഫമേഷൻ ആണ്, എന്നാ നീ പോയി 5 വർഷം കിടന്നു എന്ന് പറഞ്ഞ് കൊടുക്കലാണോ? അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഉണ്ട് ഒരു കോടതി പരിഗണിക്കുന്നതിന്. ആ മെത്തേഡ് എങ്ങനെയാണ്, ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ എങ്ങനെയാണ് അത് സൊല്യൂഷനിലോട്ട് എത്തേണ്ടത് എന്ന സ്ട്രക്ചറൽ ഫോം എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആണ്. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആ താഴത്തോട്ടുള്ള സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. എന്താണ് ലീഗൽ പ്രോബ്ലം സോൾവിങ് എന്നത്, എങ്ങനെയൊക്കെയാണ് ലീഗൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ സബ്ജക്റ്റിന് ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്ന കാര്യങ്ങളാണ് ഓവറോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് സെഷൻ കേൾക്കുകയാണെങ്കിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പരിചയപ്പെടുത്തുവാണ്. നമ്മളൊരു ലോ ട്യൂഷൻ സ്ഥാപനമാണ്. ലോ ഫീൽഡിൽ ലോ സബ്ജക്റ്റുകൾ ട്യൂഷനായിട്ട് എടുത്തു കൊടുക്കുന്ന സ്ഥാപനമാണ്. നിങ്ങൾക്ക് കോളേജിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എക്സാംസിന്റെ സമയത്തും അല്ലാത്ത സമയങ്ങളിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോ പേപ്പേഴ്സിന് സബ്ജക്റ്റിന് ഞങ്ങളെ സമീപിക്കാം. നമ്മുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നോട്ടുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് വെച്ചാലും കേരളത്തിലുള്ള 5 യൂണിവേഴ്സിറ്റിയിലും ട്യൂഷൻസ് നടത്തുന്നുണ്ട്. കാലിക്കട്ട്, കേരള, MG യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ കുസാറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി. 5 യൂണിവേഴ്സിറ്റിയുടെ ഏകദേശം 10ഓളം ലോ പേപ്പേഴ്സിന് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാമിലി ലോ 1 and 2, അതേപോലെ തന്നെ ലാൻഡ് ലോ, ജൂറിസ്പ്രുഡൻസ്, ടോർട്ട്, കോൺട്രാക്ട് 1 and 2, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ 1 and 2,
ലീഗൽ ലാംഗ്വേജ് തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക്, CPC തുടങ്ങിയ സബ്ജക്റ്റുകൾക്കാണ് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, കൂടുതൽ വിവരങ്ങൾ അറിയാം. ഓക്കെ, അപ്പോൾ ലീഗൽ പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണെന്നുള്ളതിലോട്ട് നമുക്ക് നോക്കാം. What is a legal problem? എന്താണ് ഒരു ലീഗൽ പ്രോബ്ലം? വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ ഫോംസ് ഓഫ് ആൻ അസസ്മെന്റ് ഇൻ ലോ. ഒരു ലോ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമർഹിക്കുന്ന ഒരു വിഷയമാണ് ലീഗൽ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത്. In very general terms, this take usually involves giving students a hypothetical factual scenario to which they must apply the law and reach a conclusion. ഒരു ലോ സ്റ്റുഡന്റിന് മുമ്പിൽ ഒരു പ്രശ്നം, ഒരു ഇമാജിനറി ആയിട്ട് ഹൈപ്പോത്തറ്റിക്കലി ആയിട്ട് ഒരു പ്രശ്നം കൊടുക്കും. എന്നിട്ട് അവര് അത് അനലൈസ് ചെയ്തിട്ട് അവർ ഒരു ഉത്തരത്തിലോട്ട് എത്തണം. അവിടെ എന്താണ് ആ ഒരു മാത്സ് പഠിക്കുമ്പോൾ നമുക്ക് 4x4 ഒരു ക്വസ്റ്റ്യൻ തരും. ഇതൊരു പ്രോബ്ലമാണ്. ഇത് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 4+4 ആഡ് ചെയ്തിട്ട് 8 എന്ന് ഉത്തരം എഴുതണം. ഇത് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റുഡന്റ് ഇങ്ങനെ ആൻസറിലോട്ട് എത്തുമ്പോൾ ഒരു ലോ സ്റ്റുഡന്റിന്റെ മുമ്പിൽ തരുന്ന പ്രോബ്ലം ആയിരിക്കും ഒരു പ്രശ്നം തരും നിങ്ങൾക്ക്. ഒരാൾ മറ്റൊരാളെ ഇടിച്ചു, രണ്ടാമത്തെ ആളുടെ കൈ പൊട്ടി, ഇതൊരു പ്രശ്നമാണ്. നിങ്ങൾക്ക് ഇത് ഒരു തരുമ്പോൾ ഇതിനെ പ്രോബ്ലം എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിന്റെ ആൻസറിലോട്ട് എത്തണം. ആൻസറിലോട്ട് എത്തണമെങ്കിൽ കുറച്ച് പ്രൊസീജിയറിലൂടെ കടക്കണം. ആ പ്രൊസീജിയർ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫാക്ച്വൽ സ്കിനാരിയോ ഒരാൾക്ക് നൽകുമ്പോൾ ആ ഒരു ലോ സ്റ്റുഡന്റ് ഏത് രീതിയിലാണ് ആ ഒരു വിഷയത്തിൽ ഡിസിഷൻ കൊടുക്കുന്നത്, കൺക്ലൂഷൻ കൊടുക്കാൻ പോകുന്നത്, ജഡ്ജ്മെന്റ് കൊടുക്കാൻ പോകുന്നത്, ഇതിനെയാണ് ലീഗൽ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്. യെസ്, ദി FIRAC ചുരുക്കി പറയാൻ വേണ്ടി സിറാക്കുന്നോ നിങ്ങൾക്ക് ഓർമ്മ വെക്കുന്ന ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു വെച്ചോ. FIRAC ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ എപ്പോഴും ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ എഴുതേണ്ടത്. The FIRAC methodology is useful to help you organize your legal analysis so that the reader can follow your argument. വായിക്കുന്ന ഒരാൾക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തേക്കുന്നത്, ഏത് രീതിയിലാണ് നിങ്ങൾ ഒരു ഡിസിഷനിലോട്ട് എത്തിയേക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് നിങ്ങൾ തീരുമാനമെടുത്തേക്കുന്നത് എന്ന് ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ എഴുതിയാൽ വായിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി ഹെൽപ്ഫുൾ ഇൻ റൈറ്റിംഗ് ആൻസേഴ്സ് ടു ലീഗൽ പ്രോബ്ലം ക്വസ്റ്റ്യൻ. ലീഗൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഈ ഒരു മെത്തേഡിലൂടെ വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. FIRAC കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. Yes, what is the term FIRAC means? അതെ, F denote fact, I denote issue, R denote rule, A denote application and last C denote conclusion. F എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് ഫാക്ട് ആണ്. അത് നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാം എന്താണ് ഫാക്ട് എന്നുള്ളത്. I എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് ഇഷ്യൂ, R എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് റൂള്, A എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് ആപ്ലിക്കേഷൻ, C എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് കൺക്ലൂഷൻ. ഇതിന്റെ വിശദീകരണത്തിലോട്ട് പോവുക. ആദ്യം ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ നമുക്ക് ആദ്യം എഴുതേണ്ടത്, മെൻഷൻ ചെയ്യേണ്ടത് ഫാക്ട് ആയിരിക്കും. എന്താണ്? ഒരു ഫാക്ട് എഴുതണം. ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളടുത്ത് ചോദിക്കുന്നത് ബിഫോർ യു സ്റ്റേറ്റ് ദി ലീഗൽ ഇഷ്യൂസ്, നിങ്ങൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഐഡന്റിഫൈ ദി ഫാക്ട്സ് യു ഹാവ് ബീൻ പ്രൊവൈഡഡ് വിത്ത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള പെർട്ടിക്കുലർ കേസിലെ ഫാക്ട് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഡിറ്റർമൈനിങ് വിച്ച് വൺസ് ആർ റിലവന്റ്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ആർ ക്ലിയർലി നോട്ട് റിലവന്റ്. ഈ ഫാക്റ്റിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, എന്തൊക്കെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം എല്ലാം മെൻഷൻ ചെയ്യണം. ഞാനൊരു കേസ് പറയുന്നതാണ്. A എന്ന വ്യക്തി, ബാദുഷാ എന്ന വ്യക്തി എന്ത് ചെയ്തു? അഭിഷേക് എന്ന വ്യക്തിയെ തള്ളിയിടാൻ വേണ്ടി ഓടിച്ചെന്നു. അഭിഷേക് എന്ന വ്യക്തി, ബാദുഷാ എന്ന വ്യക്തി ഓടി വരുന്നത് കണ്ടപ്പോ അഭിഷേക് പേടിച്ചിട്ട് എന്ത് ചെയ്തു? ബാദുഷയെ തിരിച്ചു തള്ളിയില്ലായിരുന്നെങ്കിൽ ബാദുഷാ അഭിഷേകിനെ തള്ളി വെള്ളത്തിലോട്ട് ഇട്ടേനായിരുന്നു. അപ്പൊ ഇത് പേടിച്ചിട്ടാണ് അഭിഷേക് എന്ത് ചെയ്തത്? ബാദുഷ തള്ളാതിരിക്കാൻ വേണ്ടി ബാദുഷ ഓടി എത്തുന്ന ടൈമിൽ തന്നെ ബാദുഷയെ അങ്ങോട്ട് കയറി തള്ളി. ഇൻ ദിസ് ഇൻസ്റ്റൻസ് ഈ ഫാക്ട് ഇതേപടി കൊടുക്കണം. ബാദുഷ, ദി പേഴ്സൺ ഹൂസ് നെയിംഡ് ഇസ് ബാദുഷ, came forward to pull Abhishek. While he was coming, Abhishek has forced a little bit force against Badshah in order to get protection from Badshah. അതായത് ബാദുഷയിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി അഭിഷേക് തിരിച്ചൊരു ഫോഴ്സ് യൂസ് ചെയ്തു. ഇതാണ് ഇഷ്യൂ, ഇതാണ് ഇവിടെ നടന്നിട്ടുള്ള പ്രശ്നം. അപ്പൊ ഇവിടെ സംഭവിച്ചേക്കുന്നത് ബാദുഷ വീണു, ബാദുഷയുടെ കൈ പൊട്ടി. അപ്പൊ ഇതിലൊരു ഡിസിഷൻ കൊടുക്കണ്ടേ? ബാദുഷയാണോ തെറ്റുകാരൻ അതോ അഭിഷേകാണോ? ഒറിജിനലി ഇടിക്കാൻ വന്ന ബാദുഷയാണ്, പക്ഷെ ഇടി കൊണ്ടതും ബാദുഷക്കാണ്. അപ്പൊ ഇൻ ദിസ് കേസ് ആർക്കാണ് നമ്മൾ ഫേവർ ചെയ്ത് ജഡ്ജ്മെന്റ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇവിടുത്തെ ഫാക്ട് അതേപടി എഴുതണം. ബാദുഷ ഇടിക്കാൻ വേണ്ടി വരികയായിരുന്നു എന്ന് തന്നെ എഴുതണം. അല്ലാതെ വെറുതെ ഉള്ള ബാദുഷനെ പോയല്ലോ അഭിഷേക് തള്ളിയിട്ടത്.
So you need to point out that Badshah was coming for the purpose of pulling the second person Abhishek. At that time, in order to get protection, Abhishek reacted himself against Badshah by pulling him by using a little bit force. ഈ കാര്യം മെൻഷൻ ചെയ്യണം. അല്ലാതെ അഭിഷേക് ഇനിഷ്യലി വന്ന് ബാദുഷയ്ക്കെതിരെ ഒരു ഫോഴ്സ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് ഫാക്റ്റ് ആയില്ല. അവിടെ നടന്ന 2 സിറ്റുവേഷൻസ് അവിടെ മെൻഷൻ ചെയ്യണം. അപ്പോഴാണ് കോടതി മനസ്സിലാക്കണത് ബാദുഷ ഇടിക്കാൻ വന്നു. അപ്പൊ ആസ് എ പ്രൈവറ്റ് ഡിഫൻസ് ആണ് അഭിഷേക് തിരിച്ചു തള്ളിയിട്ടത്. പ്രൈവറ്റ് ഡിഫൻസ് നമ്മൾ BNSC പറയും, IPCയിലൊക്കെ നമ്മൾ പഠിക്കും. പ്രൈവറ്റ് ഡിഫൻസ് ആയിട്ട് ഒരാൾ ഒരു കാര്യം ചെയ്താൽ അതൊരു ഒഫൻസ് അല്ല, അയാൾക്ക് ലീഗലി പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ ഇവിടെ പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഫാക്ട് അവിടെ മെൻഷൻ ചെയ്യണം. അല്ലാതെ വെറുതെ ഉള്ള ഭാഷയെ പോയി അഭിഷേക് ഇടിച്ചെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കോടതി ഭാഷയെ ശിക്ഷിക്കോളും. അപ്പൊ ഇൻ ദിസ് ഇൻസ്റ്റൻസ് അഭിഷേകിനെ രക്ഷപ്പെടണമെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് വരണമെങ്കിൽ ഫാക്ട് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം. ഒരു കേസ് വരുമ്പോൾ ആ ഫാക്ട് നടന്നേക്കുന്ന കറക്റ്റ് കാര്യം അത് മെൻഷൻ ചെയ്യണം. ചിലപ്പോൾ കേസിന്റെ അകത്ത് നിങ്ങൾക്ക് ഡിസൈഡ് വെദർ ഹി വിൽ ബി ലയബിൾ എന്നൊരു ക്വസ്റ്റ്യൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും ലാസ്റ്റ്. അതൊന്നും ഫാക്റ്റ് അല്ല. വെദർ ഹി വിൽ ബി ലയബിൾ എന്നുള്ള ക്വസ്റ്റ്യൻസ് അതൊന്നും ഫാക്റ്റ് അല്ല. കറക്റ്റ് കാര്യം മാത്രം എഴുതുന്നതാണ് ഫാക്ട്. അതിന്റെ അപ്പുറത്തോട്ട് ലയബിൾ ആകുമോ, കോടതിയെ സമീപിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഫാക്റ്റ് അല്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയുള്ളതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് നടന്ന സംഭവം മാത്രം മെൻഷൻ ചെയ്ത് ചുരുക്കി എഴുതുക. ഇതിന്റെ എക്സാമ്പിൾ ലാസ്റ്റ് പറയും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഫാക്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അടുത്തൊരു ഹെഡിങ് കൊടുക്കേണ്ടത് ഇഷ്യൂ എന്നാണ്. രണ്ടാമത്തെ ഹെഡിങ് ആയിട്ട് സബ് ഹെഡിങ് ആയിട്ട് ഇഷ്യൂ കൊടുക്കണം. ഇഷ്യൂ എന്ന് പറയുമ്പോൾ എന്താ? ഐഡന്റിഫൈ ദി ഇഷ്യൂസ് ഓർ പ്രോബ്ലംസ് യു ആർ ട്രൈയിങ് ടു ആൻസർ ത്രൂ ക്ലോസ് അനലൈസിംഗ് ഓഫ് ദി fact. Look at the weekly topics you have covered to work out the broad area of law that is relevant to the case. കേസുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് നിങ്ങളായിട്ട് ആദ്യം റൈസ് ചെയ്യണം. ഒരു പ്രോബ്ലം, ബാദുഷ ഇടിക്കാൻ വന്നപ്പോൾ അഭിഷേക് ബാദുഷയെ തള്ളിയിട്ടു. ദിസ് ഇസ് ദി ഫാക്ട്. അടുത്തത് ഞാനിവിടെ പ്രശ്നം മെൻഷൻ ചെയ്യാൻ പോണെയാണ്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ളത് ഞാൻ ക്വസ്റ്റ്യൻ ഫോമിൽ ചോദിക്കണം. വെദർ എനി റൈറ്റ് ഈസ് വയലേറ്റഡ് ഇൻ പാർട്ട് ഓഫ് ബാദുഷ, അല്ലെങ്കിൽ ഓൺ ദി പാർട്ട് ഓഫ് ബാദുഷ, അല്ലെങ്കിൽ ഇൻ ദി സൈഡ് ഓഫ് ബാദുഷ, വെദർ എനി ടൈപ്പ് ഓഫ് ഹിസ് റൈറ്റ് ഹാസ് ബീൻ വയലേറ്റഡ്. അദ്ദേഹത്തിന്റെ റൈറ്റ് വല്ല വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ബാദുഷയ്ക്ക് വല്ല അടി കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ബാദുഷയുടെ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വെദറും ഇസിറ്റും അങ്ങനെയുള്ള വാക്കുകളൊക്കെ കൊടുത്ത് വേണം ക്വസ്റ്റ്യൻ ഫോമിൽ വേണം ചോദിക്കാൻ. ക്യാൻ അങ്ങനെയൊക്കെ ഇട്ട് ചോദിക്കണം. ക്യാൻ ബാദുഷ ഫയൽ എ സ്യൂട്ട് അഗെയിൻസ്റ്റ് അഭിഷേക്? ബാദുഷയ്ക്ക് അഭിഷേകിനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? ബാദുഷയുടെ റൈറ്റിന്റെ വയലേഷൻ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കാം, അഭിഷേക് ബാദുഷയ്ക്കെതിരെ ഫോഴ്സ് യൂസ് ചെയ്തത് ലീഗലി പ്രൊട്ടക്റ്റഡ് ആണോ? The force which is used by Abhishek is legally protected one or not? ക്വസ്റ്റ്യൻ ഫോമിൽ വേണം ഇതൊക്കെ എഴുതാൻ. ഇങ്ങനെയുള്ള നിങ്ങൾക്ക് തോന്നുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതൊരു ക്വസ്റ്റ്യൻ ഫോമിൽ നിങ്ങൾ റൈസ് ചെയ്യണം. ഇവിടെ ലീഗൽ റൈറ്റിന്റെ വയലേഷൻ ഉണ്ടോ? ബാദുഷയ്ക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുമോ? അഭിഷേകിന് ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടുമോ? അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ടോർഷ്യസ് ആയിട്ടുള്ള ലയബിലിറ്റി ആർക്കെങ്കിലും അറൈസ് ആകുമോ? ആർക്കെങ്കിലും കോമ്പൻസേഷൻ കിട്ടുമോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇഷ്യൂ ആയിട്ട് എഴുതുക. 3-4 ഇഷ്യൂസ് എഴുതിയാൽ ബെറ്റർ ആണ്. കൂടുതൽ ഇഷ്യൂസ് റൈസ് ചെയ്താൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പൊ ഒരു ഫാക്റ്റ് ആയി, അതിന്റെ ഇഷ്യൂസ് ആയി. അടുത്തയിലോട്ട് നമ്മൾ പോകുന്നത് റൂൾ ഓർ ലീഗൽ പ്രൊവിഷൻസ്. അടുത്ത് നമ്മൾ എഴുതേണ്ടത് ലീഗൽ പ്രൊവിഷൻസ് ആണ്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പ്രൊവിഷൻസ് എഴുതണം. ഐഡന്റിഫൈ ദി ലീഗൽ പ്രിൻസിപ്പിൾസ്. ഫാക്ട് എഴുതി, ഇഷ്യൂ എഴുതി. അടുത്ത് നിങ്ങൾ എഴുതേണ്ടത് ലീഗൽ പ്രൊവിഷൻസ് ആണ്, അല്ലെങ്കിൽ റൂൾ. ഇത് രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ഐഡന്റിഫൈ ദി ലീഗൽ പ്രിൻസിപ്പൽ റിലവന്റ് ടു ദി ഇഷ്യൂസ് യു ഹാവ് ഐഡന്റിഫൈഡ്. ഇവിടെ നടന്നിട്ടുള്ള ഇഷ്യൂമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ നിയമങ്ങൾ അറിയാം അതൊക്കെ നിങ്ങൾ, നിയമങ്ങൾ എന്താണ്, ആ നിയമങ്ങളുടെ സെക്ഷൻസ് ഏതൊക്കെയാണ്, ഒരു കേസിന്റെ ബേസിസിലാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ ആ കേസിന്റെ പേരെന്താണ്, ആ കേസിന്റെ സൈറ്റേഷൻ എഴുതാണ്. ദി പ്രിൻസിപ്പൽ ഈസ് ഓൾസോ നോൺ ആസ് ദി റൂൾ. അതായത് ബാദുഷ ആണ് ഇവിടെ വീണേക്കുന്നത്, അഭിഷേക് തള്ളിയിട്ടു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ മെൻഷൻ ചെയ്യാം. ഇവിടെ അഭിഷേക് തള്ളിയിട്ടപ്പോൾ ബാദുഷ വീണു. അപ്പൊ ഇവിടെ അഭിഷേക് എന്തെങ്കിലും ഹേർട്ട് കമ്മിറ്റ് ചെയ്തതാണോ? IPCയുടെ പ്രൊവിഷൻ പ്രകാരം BNS പ്രൊവിഷൻ 320 സംതിങ്, കറക്റ്റ് പ്രൊവിഷൻ ഓർമ്മയില്ല, 314 ആണെന്ന് തോന്നുന്നു. 114 ഹേർട്ടിന്റെ ഡെഫിനേഷൻ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഹേർട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇവിടെ കറക്റ്റ് ഹേർട്ട് എന്നൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യും നമ്മൾ. ഇവിടെ അഭിഷേക് ബാദുഷനെ തള്ളിയിട്ടപ്പോ ബാദുഷയ്ക്ക് ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. മുറിവ് പറ്റി എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഹേർട്ട് അല്ല, ഗ്രീവിയസ് ഹേർട്ട് ആവും, അത് വേറെ ഒഫൻസ് ആവും. അപ്പൊ ഇവിടെ നടന്നേക്കുന്ന ഒഫൻസിന്റെ ഗ്രാവിറ്റി വെച്ചിട്ട് ഇതുമായി ബന്ധമുള്ള നിയമങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഹേർട്ട് അക്കോർഡിംഗ് ടു സെക്ഷൻ ഡാഷ് ഹേർട്ട് ഡിഫൈൻഡ് ആസ് ദിസ്. ഇതാണ് ഹേർട്ട്, ഇതാണ് സംഭവം.
പിന്നെ ഇവിടെ ഒരു പ്രൈവറ്റ് ഡിഫൻസിന്റെ ഒരു കാര്യം പോലെ നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ പ്രൈവറ്റ് ഡിഫൻസ് കാരണം അഭിഷേക് തിരിച്ച് ഇങ്ങോട്ട് എല്ലാം വന്നപ്പോഴാണല്ലോ അഭിഷേക് തിരിച്ചു തല്ലിയത്. അക്കോർഡിംഗ് ടു ദി ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ ടോർഷ്യസ് ലയബിലിറ്റി അല്ലെങ്കിൽ ടോർട്ടിന്റെ കോൺസെപ്റ്റ് പ്രകാരം ലോ പ്രകാരം ഇന്ന പ്രൊവിഷൻ ജനറൽ എക്സെപ്ഷൻസ് ഉണ്ട്. അതിന്റെ ഇത്രാമത്തെ ജനറൽ എക്സെപ്ഷൻ ആണ് പ്രൈവറ്റ് ഡിഫൻസ്. ഇന്ന സെക്ഷനിൽ പറയുന്ന ഒരു എക്സെപ്ഷൻ ആണ് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. സ്വരക്ഷാർത്ഥം ഒരാള് സ്വന്തം പ്രോപ്പർട്ടിയോ സ്വന്തം ബോഡിയോ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുടെ ബോഡിയോ പ്രോപ്പർട്ടിയോ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യാം, ഒരാൾക്ക് ഒരു ആത്മരക്ഷാർത്ഥം എന്തെങ്കിലും ചെയ്യാം. മറ്റാൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായാലും അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ആണ്. അത് മെൻഷൻ ചെയ്യുക. ഇത് റിലേറ്റഡ് ആയിട്ട് വല്ല സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യുക. അക്കോർഡിംഗ് ടു ദി കേസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ദി കോർട്ട് ഹാസ് ഹെൽഡ് ദിസ് ടൈപ്സ് ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് മെൻഷൻ ചെയ്യുക. ലീഗൽ പ്രൊവിഷൻസ് ആക്ടിന്റെ അക്കോർഡിംഗ് ടു കണ്ടില്ല അവിടെ എക്സാമ്പിൾ കൊടുത്തില്ല. അക്കോർഡിംഗ് ടു ദി സെക്ഷൻ 3 ഓഫ് ദി ആക്ട്, അക്കോർഡിംഗ് ടു ദി ആർട്ടിക്കിൾ 14 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് മെൻഷൻ ഇൻ ദി സുപ്രീം കോർട്ട് കേസ് ഡാഷ്. ആ കേസ് എന്തൊക്കെയാണോ ആക്ട് എന്തൊക്കെയാണോ പ്രൊവിഷൻ എന്തൊക്കെയാണോ എന്ന് മെൻഷൻ ചെയ്യുക. അതിപ്പോ നിങ്ങൾ അനലൈസ് ചെയ്യണ്ട. ആദ്യം നിങ്ങൾ ഈ ആക്ട് സെക്ഷൻ ഇതൊക്കെ മെൻഷൻ ചെയ്യണം. എന്നിട്ട് വേണം ഏറ്റവും മേജർ ആയിട്ടുള്ള ഭാഗത്തോട്ട് കടക്കാൻ. ലീഗൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അത് പറഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇത് അപ്ലൈ ചെയ്യാൻ. ഇത് ഇനി അപ്ലൈ ചെയ്യണം. Apply the rules to the problem. Application involves applying the rules to the facts of the problem of your question. It's an important part of your answer and the longest part. ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൂട്ടേണ്ടത്. ഇത്രയും നേരം നിങ്ങൾ ഇവിടെ നടന്നിട്ടുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞു, ഇവിടെ ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തു. അതിനുശേഷം ഇവിടെ അപ്ലൈ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി ഈ നിയമങ്ങളും ഈ പറയപ്പെട്ടിട്ടുള്ള ഫാക്ട് തമ്മിൽ ബന്ധിപ്പിക്കണം. ഇവിടെ നടന്നിട്ടുള്ള ഫാക്ട് ഈ പറയപ്പെട്ടുള്ള നിയമത്തിന്റെ വയലേഷൻ ആണ്. ഈ പറയപ്പെട്ടുള്ള നിയമത്തിന്റെ അണ്ടറിൽ പ്രൊട്ടക്റ്റഡ് ആണ്. അഭിഷേക് തിരിച്ചു തള്ളിയിട്ടത് പ്രൈവറ്റ് ഡിഫൻസിന്റെ അണ്ടറിൽ വരും. അവിടെ ഒരു ഹേർട്ട് എന്ന് പറഞ്ഞ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഹേർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രൈവറ്റ് ഡിഫൻസിന്റെ ഭാഗമായിട്ടാണ്. അഭിഷേകിനെ ഇടിക്കാൻ വന്നപ്പോഴാണ് അഭിഷേക് തിരിച്ചടിച്ചത്. അപ്പൊ പ്രൈവറ്റ് ഡിഫൻസ് ഈ ഒരു ഫാക്ടിന്റെ അകത്ത് അപ്ലിക്കബിൾ ആണ്. അന്നേരം അഭിഷേകിനെ ലയബിൾ ആക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നില്ല. ഇവിടെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം. ഈ ഒരു ഫാക്ട് ഈ ഒരു റൂൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഫാക്ടിൽ ഇന്ന കാര്യങ്ങളാണ് അപ്ലിക്കബിൾ ആകുന്നത്. ഇന്ന റൂൾ ഇവിടെ അപ്ലിക്കബിൾ ആകുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന ആർട്ടിക്കിൾ പ്രകാരം ഒരാൾക്ക് സ്വന്തം ബോഡി പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഒരാൾക്ക് ലൈഫ് ടു പേഴ്സണൽ ലിബർട്ടി ഉണ്ട്. അപ്പോൾ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുമ്പോൾ സ്വന്തം സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവകാശം ഒരാൾക്കുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടി ഒരാൾക്ക് വരുമ്പോൾ അത് ഒരാളുടെ ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി തടയാൻ വേണ്ടി ഒരാൾ വന്നു കഴിഞ്ഞാൽ സ്വമേധയാ ആൾക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാം. അപ്പൊ ഇന്ന സെക്ഷൻസിന്റെ വയലേഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ ഫാക്ട് വന്നത്. അതുകൊണ്ടാണ് ഈ ഫാക്ടിൽ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് റൂൾസും ഈ ഫാക്ട് തമ്മിലുള്ള ബന്ധം നിങ്ങൾ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. ഇവിടെ ഇന്ന റൂൾസിന്റെ ക്ലിയർ കട്ട് വയലേഷൻ ആണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ ഇന്ന റൂൾസിന്റെ അപ്ലിക്കബിലിറ്റി ഇവിടെ ഉണ്ട്. ഇവിടെ പ്രൈവറ്റ് ഡിഫൻസ് എന്താണ് സെക്ഷൻ കാര്യങ്ങളൊക്കെ നേരത്തെ മെൻഷൻ ചെയ്ത് അതിന്റെ വയലേഷൻ ഇവിടെ പ്രൈവറ്റ് ഡിഫൻസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. അഭിഷേക് യൂസ് ചെയ്ത് ഈ പ്രൈവറ്റ് ഡിഫൻസിന്റെ അണ്ടറിലാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഫാക്റ്റും ആ റൂൾസും തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൂട്ടിക്കലർത്തണം. ഇതും അതും തമ്മിൽ ബന്ധമുണ്ട്. ഈ ഒരു നിയമം അത് അവിടെ അപ്ലിക്കബിൾ അല്ല, ആ നിയമം മാത്രമാണ് ഇവിടെ അപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ട് ഈ ഫാക്റ്റുമായി ബന്ധിപ്പിച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. ഇത്രയും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ മേജർ പാർട്ട് കഴിഞ്ഞു. ഇനിയാണ് ലാസ്റ്റ് ഒരു കുഞ്ഞി പാർട്ട് ഉള്ളത്. ഫൈനൽ പാർട്ട് ഇസ് കൺക്ലൂഷൻ. അതെ, ഇനി വേണം കൺക്ലൂഷൻ എഴുതാൻ. അതായത് തീർന്നു, ജഡ്ജ്മെന്റ് എഴുതണം. ജഡ്ജ്മെന്റ്, കൺക്ലൂഷൻ, ഡിസിഷൻ ഏത് വേണമെങ്കിലും എഴുതാം. ദി കൺക്ലൂഷൻ ഇസ് യുവർ ആൻസർ ടു ദി ഇഷ്യൂ. നമ്മൾ നേരത്തെ റൈസ് ചെയ്ത ഇഷ്യൂസ് ഇല്ലേ, ബാദ്ഷാ ഇസ് ലയബിൾ അല്ലെങ്കിൽ വെദർ ദി അഭിഷേക് ഇസ് ലയബിൾ, വെദർ ദി ബാദ്ഷാ ക്യാൻ സ്യൂ അഗെയിൻസ്റ്റ് ദി അഭിഷേക്, വെദർ ദി റിപ്പറ്റീഷൻ ഇസ് മെയിൻറ്റൈനബിൾ, വെദർ സച്ച് കേസ് ഇസ് കമ്പീറ്റന്റ്, അല്ലെങ്കിൽ ബാദ്ഷാക്ക് വല്ല ഡാമേജസ് കിട്ടുമോ, ഇതൊക്കെയാണ് ഇഷ്യൂസ്. ഇതിന്റെ ക്ലിയർ കട്ട് ആൻസർ കൊടുക്കലാണ് ജഡ്ജ്മെന്റിൽ എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾ വിശദീകരിക്കാൻ പാടില്ല, ക്ലിയർലി ആൻസേഴ്സ് മാത്രം കൊടുത്താൽ മതി. സ്യൂട്ട് മെയിൻറ്റൈനബിൾ ആണെങ്കിൽ റിറ്റിൽ നമ്മൾ ഇഷ്യൂസ് ചോദിച്ചത് വെദർ ദി സ്യൂട്ട് ഇസ് മെയിൻറ്റൈനബിൾ എന്നാണെങ്കിൽ ഇവിടെ എഴുതണം ദി സ്യൂട്ട് ഇസ് മെയിൻറ്റൈനബിൾ. ഹെൻസ് കൺസിഡറിംഗ് ദി അഫോർസെഡ് ഫാക്ട്സ് ആൻഡ് അപ്ലൈയിങ് ദി ലീഗൽ പ്രൊവിഷൻസ് വിച്ച് ആർ മെൻഷൻഡ് അഫോർസെഡ്. ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഫാക്ടുകൾ വായിച്ചു നോക്കിയിട്ട് ആ ഇഷ്യൂസ് മനസ്സിലാക്കിയിട്ട് നേരത്തെ പറയപ്പെട്ടുള്ള ലീഗൽ പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ദി കോർട്ട് ക്യാൻ ഹെൽഡ്, കോടതിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വി ക്യാൻ കൺക്ലൂഡ്, നമുക്ക് ഇത് ഡിസിഷനിലോട്ട് എത്താൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അതായത് ദി സ്യൂട്ട് ഇസ് മെയിൻറ്റൈനബിൾ. ആ ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ ഡയറക്റ്റ് ആൻസർ ആണ്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ച ഉദാഹരണത്തിന് നീ വീട്ടിൽ പോയോ, നീ എപ്പോഴാണ് എത്തിയത്, നീ എപ്പോ തിരിച്ചു വരും, ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഉത്തരം എന്തൊക്കെയാണ്, ഞാൻ വീട്ടിൽ പോയി, ഞാൻ 10 മണിക്ക് എത്തി, ഞാൻ നാളെ തിരിച്ചു വരുള്ളൂ. ഇതല്ല ആൻസർ.
അതിന്റെ ഇടയിൽ എന്തുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോയത്, എന്തുകൊണ്ടാണ് 10 മണിക്ക് എത്തിയത്, എന്തുകൊണ്ടാണ് നാളെ വരുന്നത് എന്നുള്ള സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇടയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ലീഗൽ പ്രൊവിഷൻസിന്റെ അകത്തും അത് അപ്ലൈ ചെയ്യുന്ന സ്ഥലത്തും എഴുതേണ്ടതാണ്. ഇവിടെ ആൻസേഴ്സ് മാത്രം എഴുതിയാൽ മതി. ദി സ്യൂട്ട് ഈസ് മെയിൻറ്റൈനബിൾ. The Badshah cannot file a suit against Abhishek. The Abhishek is protected under the private defense by his act. അഭിഷേക് ചെയ്ത പ്രവൃത്തി ഒരു തെറ്റാണെങ്കിൽ പോലും പ്രൈവറ്റ് ഡിഫൻസിന്റെ പെർവ്യൂവിൽ അഭിഷേകിന് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട്. സ്യൂട്ട് മെയിൻറ്റൈനബിൾ അല്ല. ബാദ്ഷാക്ക് കോമ്പൻസേഷൻ കിട്ടൂല. മാത്രമല്ല ടോർഷ്യസ് ലയബിലിറ്റി ഇവിടെ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർലി നമ്മൾ റിറ്റിൽ നമ്മളവിടെ ഇഷ്യൂസിൽ എന്തൊക്കെയാണ് റൈസ് ചെയ്തത് അതിന്റെ ക്ലിയർ കട്ട് ആൻസേഴ്സ് മാത്രം ഇവിടെ കൺക്ലൂഡ് ചെയ്യുക. ഇതോടുകൂടി ഈ ഒരു പ്രോബ്ലം സോൾവിങ്ങിന്റെ എൻഡിലോട്ട് എത്തും. ഇവിടെ നിങ്ങൾക്ക് സിമിലർ കേസസ് അറിയാമെങ്കിൽ സിമിലർ കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ട് സിമിലർ കേസും കൂടി മെൻഷൻ ചെയ്യാം. ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും മെൻഷൻ ചെയ്യാം. ലീഗൽ പ്രൊവിഷൻസിന്റെ താഴെയായിട്ട് അവിടെയും മെൻഷൻ ചെയ്യാം. ഇതിനോട് സിമിലർ ആയിട്ട് ഇന്ന കേസും കൂടി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു ചുരുക്കിയ കേസിൽ ഇന്നതുപോലെയാണ് നടന്നതെന്നും കൂടി അവിടെ മെൻഷൻ ചെയ്യാം. ഇതൊരു എക്സാമ്പിൾ ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 13 ആർട്ടിക്കിളിൽ നമ്മൾ ഒരുപാട് ഡോക്ട്രൈൻസ് പഠിക്കും. എക്സാമ്പിളിന്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയിട്ടുണ്ട്. എക്സാമ്പിൾ ഇതൊരു എക്സാമ്പിൾ ആണ്. ടൈപ്പിംഗ് എറർ പറ്റിയിട്ടുണ്ട്. എക്സാമ്പിൾ എന്നായിപ്പോയി. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റേറ്റ് ലോ ക്വസ്റ്റ്യൻ നോക്കാം. ഡോക്ട്രൈൻസ് കുറച്ച് ഡോക്ട്രൈൻസ് ഉണ്ട്. ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി, ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ്, ഡോക്ട്രിൻ ഓഫ് വെയ്വർ, ഡോക്ട്രിൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ, അൾട്രാ വൈറസ്, അത് ഇത് ഒരുപാട് ഡോക്ട്രൈൻസ് ഉണ്ട്. അതിലൊരു ഡോക്ട്രൈന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ് ഇവിടെ നടന്നേക്കുന്നത്. എ സ്റ്റേറ്റ് ലോ ഓതറൈസ്ഡ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ടു എക്സ്ക്ലൂഡ് ഓൾ പ്രൈവറ്റ് മോട്ടോർ ട്രാൻസ്പോർട്ട് ഫ്രം. ഇവിടെ കുറച്ച് ടിപ്പിക്കൽ എറർ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. From the field of transport business, the law become void from the commencement of the constitution as it infringed the provision of the article 19 clause 1 subclause G of the constitution and could not be justified. കണ്ട ചെറിയ ടിപ്പിക്കൽ എറർ വന്നു പോയിട്ടുണ്ട്. Justified under the provisions of the clause 6 of the article. Subsequently, clause 6 was amended by an amendment of the constitution and as the permit government to monopolize any business. The question before the court was whether after the amendment of the constitutional implement was removed and the Impeachment Act ceased to be unconstitutional and revived. Decide. ഇവിടെ തന്നേക്കുന്നത് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് ജി ഒറിജിനലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ ഒരു ആർട്ടിക്കിൾ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പ് ഒരു സ്റ്റേറ്റിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. അതായത് അവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ പാടില്ല. ട്രാൻസ്പോർട്ടേഷൻ ഫുള്ള് നോക്കുന്നത് ഗവൺമെന്റ് ആണ്. പ്രൈവറ്റ് വ്യക്തികൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു നിയമം ഉണ്ടായി. കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് ജി എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ പറയുന്നുണ്ട് എല്ലാവർക്കും അവരവർ ഇഷ്ടപ്പെടുന്ന ബിസിനസ്സും കാര്യങ്ങളും നടത്താം, ഒരു പ്രശ്നവും. അതിന്റെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആദ്യം 19 ക്ലോസ് 1 സബ് ക്ലോസ് ജിയിൽ റൈറ്റ് പറയുമ്പോൾ സബ് ക്ലോസ് 6 19 ക്ലോസ് 6 അകത്ത് റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്. ഇന്ന ബിസിനസ് നടത്താൻ പാടില്ല, ഇല്ലീഗൽ ബിസിനസ് നടത്താൻ പാടില്ല, മറ്റുള്ളവരുടെ ബിസിനസ്സിൽ കയറി ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല, സോഷ്യൽ ഓർഡർ പാടില്ല, പബ്ലിക് മൊറാലിറ്റിയെ ത്രെട്ടൻ ചെയ്യുന്ന ബിസിനസ് പാടില്ല എന്ന കാര്യങ്ങളൊക്കെ അവിടെ റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും പണ്ട് ഇങ്ങനെ ഒറിജിനലി ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ സ്റ്റേറ്റിന് മാത്രം മൊണോപ്പൊളി വെക്കാൻ പറ്റും എന്നൊരു റെസ്ട്രിക്ഷൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ നിയമം എന്താണ്? പണ്ടുണ്ടായിരുന്ന ഈ സ്റ്റേറ്റ് ലോയിൽ പറഞ്ഞത് സ്റ്റേറ്റിന് മാത്രമേ ഒരു പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് സ്ഥാപനം വെക്കാൻ പറ്റുള്ളൂ, പ്രൈവറ്റ് വ്യക്തികൾക്ക് ട്രാൻസ്പോർട്ട് നടത്താൻ പറ്റൂല എന്നൊരു നിയമമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിളിന്റെ ക്ലിയർ കട്ട് വയലേഷൻ ആയി. അപ്പൊ നമ്മൾ ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് എന്ന് പറഞ്ഞ ഒരു ഡോക്ട്രിനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം, കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു നിയമവും കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം ഇതിന്റെ ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് എന്തെങ്കിലും വയലേഷൻ വന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? സ്റ്റേറ്റിന് ഉണ്ടായിരുന്ന പണ്ടത്തെ നിയമം കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് ജിയുമായിട്ട് ഒരു ഇൻഫ്രിഞ്ച്മെന്റ് വന്നു, വയലേഷൻ വന്നു. അങ്ങനെ വന്നാൽ പഴയ നിയമത്തിനെ മൊത്തത്തിൽ എടുത്ത് കളയാതെ ഓവർ ഷാഡോ ചെയ്തിട്ട് അതിന്റെ അകത്ത് വേണ്ട അമെന്റ്മെന്റ്സ് കൊടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ലോയിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് എന്ന് പറഞ്ഞ ഡോക്ട്രിന്റെ അകത്ത്. അപ്പൊ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 19 ക്ലോസ് 6 അകത്ത് സ്റ്റേറ്റിന് മാത്രം മൊണോപ്പൊളി വെക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സബ്സിക്വന്റ്ലി എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. എന്നിട്ട് 6 അകത്ത് ഒരു ക്ലോസും കൂടി, ഒരു റെസ്ട്രിക്ഷൻ കൂടി ആഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു സ്റ്റേറ്റിന് എന്ത് ചെയ്യാ, ചില ട്രാൻസ്പോർട്ട് ബിസിനസ്സിലൊക്കെ ചില ബിസിനസ്സിനകത്ത് മൊണോപ്പൊളി വെക്കാം. അതായത് അവർക്ക് മാത്രം അത് ഉപയോഗിക്കാൻ പറ്റൂ, അവർക്ക് മാത്രം നടത്താൻ പറ്റൂ എന്ന നിയമം വെക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പുതിയൊരു നിയമം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ പഴയ ലോ ശരിക്കും വോയിഡ് ആവേണ്ടതാണ്. ആർട്ടിക്കിൾ 13 പറയുന്നത് പഴയ നിയമം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് എന്തെങ്കിലും വയലേഷൻ വന്നാൽ പഴയ നിയമത്തിനെ വോയിഡ് ആക്കണം എന്നാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്.
അപ്പൊ സ്വാഭാവികമായും വോയിഡായി പോയേണ്ടതാണ്. പക്ഷേ ഈ ഡോക്ടറിനിൽ കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എടുത്തൊന്നും കളയണ്ട, വോയിഡ് ആക്കിയൊന്നും കളയണ്ട, മറിച്ച് എന്ത് ചെയ്താൽ മതി, അതിൽ വേണ്ട ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്ന് ആ ഒരു ലോയിനെ ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവന്നാൽ മതി. ഇവിടെ ഈ അമെന്റ്മെന്റ് കൊണ്ടുവന്നതോടുകൂടി ആ ഒരു നിയമത്തിന്റെ ആ പ്രശ്നം മാറി. കാരണം അവിടെ പറഞ്ഞത് പ്രൈവറ്റ് വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല എന്നാണ്. അമെന്റ്മെന്റിലൂടെ റെസ്ട്രിക്ഷന്റെ അകത്ത് ആഡ് ചെയ്ത് പ്രൈവറ്റ് വ്യക്തികൾക്കും കൂടി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു നിയമം, സ്റ്റേറ്റിന് മാത്രം മൊണോപ്പൊളി വേണമെങ്കിൽ ചില ബിസിനസിന്റെ അകത്ത് വെക്കാം, അത് കുഴപ്പമില്ല എന്ന പ്രൊവിഷൻ ആഡ് ചെയ്തതോടുകൂടി കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ വരുന്ന ആ ഒരു ഭാഗം ഓട്ടോമാറ്റിക്കലി അവിടെ നീങ്ങി. അങ്ങനെ നീങ്ങിയത് കൊണ്ട് പഴയ നിയമത്തിനെ വോയിഡ് ആക്കേണ്ട. അപ്പൊ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഈ ഒരു പ്രോബ്ലം തന്നു. ഈ ഒരു പ്രോബ്ലത്തിന്റെ അകത്ത് ഫാക്ട് എന്തൊക്കെയാണ്? സ്റ്റേറ്റ് ഒരു ലോ ഉണ്ടാക്കി, ആ ലോയിൽ പ്രൈവറ്റ് വ്യക്തികളെ ട്രാൻസ്പോർട്ട് ബിസിനസ്സിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തത്. ആഫ്റ്റർ കമ്മിങ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് ആർട്ടിക്കിൾ 9 സബ് ക്ലോസ് ജിയുടെ ഇൻഫ്രിഞ്ച്മെന്റ് വയലേഷൻ ഇവിടെ നടന്നു. 6ന്റെ അകത്ത് റെസ്ട്രിക്ഷൻസിന്റെ അകത്ത് പോലും വരാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ആർട്ടിക്കിൾ 9 സബ് ക്ലോസ് ജിയുടെ ക്ലിയർ കട്ട് വയലേഷൻ ആണ്. ഇതാണ് ഫാക്ട്. ഇത്ര ഉള്ളൂ ഇവിടുത്തെ ഫാക്ട്. ദിസ് ഈസ് ദി ഫാക്ട് ഓഫ് ദിസ് കേസ്. ഇനി നിങ്ങൾ ഇഷ്യൂസ് എഴുതണം. ഇവിടെ എന്തെങ്കിലും ഇവിടെ ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ്, നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് അത് ചോദിക്കുന്നതാണ്. ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ്, വെദർ ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് ഇസ് ആപ്ലിക്കബിൾ ഇൻ ദിസ് കേസ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്തെങ്കിലും കൊണ്ടുവന്ന് പഴയ വോയിഡ് ആയിട്ടുള്ള ഒരു ഭാഗത്തെ കളയുന്ന രീതിയിൽ പുതിയൊരു അമെന്റ്മെന്റും കാര്യങ്ങളും കൊണ്ടുവന്നാൽ വോയിഡ് ആക്കാതെ ആ ഒരു നിയമത്തിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്താൻ പറ്റുമോ? പഴയ നിയമങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ അതിനെ വോയിഡ് ആക്കി അസ്ഥിരപ്പെടുത്തി കളയണമെന്നാണ് റൂള്. അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കൊണ്ടുവന്ന് അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റുമെങ്കിൽ അതിനെ കളയാതെ അങ്ങനെ നിർത്താൻ പറ്റുമോ? വെദർ such laws could be maintained by considering, by applying new laws അല്ലെങ്കിൽ ന്യൂ അമെന്റ്മെന്റ്സ്, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെയാണ് ഇഷ്യൂ. ഇങ്ങനെയുള്ള ഇഷ്യൂ ചോദിച്ചതിന് ശേഷം നിങ്ങൾ റൂൾസ് എഴുതണം. അക്കോർഡിംഗ് ടു ദി ആർട്ടിക്കിൾ 13 ഇന്ന കാര്യമാണ്, പഴയ ലോയിനെ വോയിഡ് ആക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഇന്ന കേസ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് അക്കോർഡിംഗ് ടു ദിസ് കേസ് ഇന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ ചെറിയ ഷോർട്ടായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഇത് എഴുതി ഇലാബറേറ്റ് ചെയ്ത് വരും. ഓക്കെ. പിന്നെ നിങ്ങൾ ഇത് ആപ്ലിക്കേഷൻ ലീഗൽ അനലൈസ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ എഴുതണം. ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് ഇൻ ദിസ് കേസ് ആപ്ലിക്കബിൾ ആണ്. ഇവിടെ നടന്നേക്കുന്നത് റെസ്ട്രിക്ഷന്റെ അണ്ടറിൽ പുതിയൊരു റെസ്ട്രിക്ഷനും കൂടി ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ആ ഒരു ഇൻഫ്രഞ്ചിന്റെ ആ ഒരു ഭാഗം ഇല്ലാതെ ആയിപ്പോയി. അപ്പൊ ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് ഈ ഒരു ഫാക്ടിന്റെ അകത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ പഴയ നിയമത്തിനെ എന്ത് ചെയ്യേണ്ട, ഒരു അസാധുവാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് ഇവിടെ ഉപയോഗിക്കാം. പിന്നെ പഴയ നിയമമാണെങ്കിൽ പോലും പുതിയ നിയമത്തിന്റെ അകത്ത് പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം വേണ്ട ചേഞ്ച് കൊടുത്തിട്ട് നമുക്ക് പൊടി തട്ടി എടുക്കാൻ പറ്റുമെന്ന് എക്ലിപ്സി പറയുന്നുണ്ട്. ഈ ഒരു ഫാക്ടിന്റെ അകത്ത് ഇത് അപ്ലൈ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മെൻഷൻ ചെയ്യുക. സുപ്രീം കോടതി കേസസ് ഉണ്ടെങ്കിൽ അത് വെച്ച് മെൻഷൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇലാബറേറ്റ് ചെയ്ത് ഇത് ബന്ധിപ്പിക്കുക. എന്നിട്ട് കൺക്ലൂഷനിൽ എഴുതുക നമ്മൾ ഇഷ്യൂസ് ആയിട്ട് റേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണോ. ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് ഇവിടെ ബാധകമാണോ? യെസ്, ദി ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് മെയിൻറ്റൈനബിൾ ഇൻ ദിസ് കേസ്. Here the old law which was inconsistent with the fundamental right, subsequently fundamental right ന്റെ അമെന്റ്മെന്റ് വന്നത് കൊണ്ട് ആ പഴയ നിയമം വോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട, അത് വാലിഡ് ആയിട്ട് നമുക്ക് അതിനെ എടുക്കാൻ പറ്റും ബൈ അപ്ലൈയിങ് ദി ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ്. അപ്പൊ ഇത്രയൊന്നും എഴുതാതെ നമ്മൾ ഇഷ്യൂസിൽ റേസ് ചെയ്ത് എന്താണ്, അങ്ങനെ വാലിഡ് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്നാണെങ്കിൽ യെസ്, we can validate any law by applying the doctrine of eclipse in this case എന്നൊക്കെ പറഞ്ഞ് ഇത് കാര്യം മെൻഷൻ ചെയ്ത് ഇഷ്യൂസിന്റെ ഡയറക്റ്റ് ആൻസേഴ്സ് ഇവിടെ കൊടുക്കുക. ഇങ്ങനെ എഴുതുമ്പോഴാണ് നമുക്കൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. ഒരു ടഫായിട്ടുള്ള പ്രോബ്ലം തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ടോർട്ടിന്റെ പ്രോബ്ലംസ് ഇച്ചിരിയോടെ എളുപ്പമായിരിക്കും. പല പേപ്പേഴ്സിനും പല രീതിക്കായിരിക്കും പ്രോബ്ലം ചോദിക്കുന്നത്. ക്രൈമിന് പല രീതിയാണ്, ടോർട്ടിന് വേറെ രീതിയാണ്, കോൺസ്റ്റിറ്റ്യൂഷന് വേറെ രീതിയാണ്. എന്നിരുന്നാലും ഈ പറയപ്പെട്ടുള്ള ഫോർമാറ്റ് എല്ലാത്തിനും സെയിം ആണ്. വേറെ രീതി എന്ന് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യന്റെ പാറ്റേണും അതിന്റെ ഗ്രാവിറ്റി, ടഫ്നെസ്സും ടഫ് ഇല്ലായ്മയും, ഇതാണ് അതിലൂടെ ഉദ്ദേശിച്ചത്. എല്ലാത്തിനും മെത്തേഡ് സെയിം ആണ്. ഫാക്ട്, ഇഷ്യൂ, പ്രൊവിഷൻസ് മെൻഷൻ ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, അവസാനം ജഡ്ജ്മെന്റ് എഴുതുക. ഇങ്ങനെയാണ് ഒരു ലീഗൽ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ട്യൂഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ 1-2 കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനുള്ളത്, നമ്മൾ ഫുള്ള് ട്യൂഷൻ്റെതായ നോട്ടുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കറക്റ്റ് വെയർ ആക്റ്റും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകളും വെച്ച് നമ്മൾ അതിന്റെ പ്രൊവിഷൻസിൽ, അതിന്റെ ലൈറ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ടുകളാണ്. ഒരുപാട് കണ്ടന്റ് ഇല്ല, എന്നാൽ ആവശ്യമുള്ള എല്ലാ കണ്ടന്റും അതിനകത്ത് മെൻഷൻ ചെയ്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെമോ ആയിട്ട് ക്ലാസ്സുകൾ കേട്ട് നോക്കാം. നേരത്തെ പറയപ്പെട്ടുള്ള എല്ലാ സബ്ജക്റ്റും നമ്മൾ ട്യൂഷൻ എടുക്കുന്നുണ്ട്.
പിന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓരോ സബ്ജക്റ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീസാണ്. ഓൾമോസ്റ്റ് 500 to 600 ആ ഒരു റേഞ്ച് ആയിരിക്കും പ്രോപ്പർലി വരുന്നത് ഒരു ക്രാഷ് ബാച്ചിന്. റാപ്പിഡൊക്കെ ആകുമ്പോൾ വീണ്ടും വില കുറയും, 250, 300 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ വരും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.